അഴിമതി വിരുദ്ധ ദിനാചരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. അഴിമതി തടയുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. വിദ്യാർത്ഥി പ്രവേശനത്തെ തലവരിപ്പണം വാങ്ങുന്നതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ അഴിമതി തടയുന്നതിനുള്ള നീക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട്. ജിതിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? സൗമ്യ, അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ തലസ്ഥാനത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി സംസാരിച്ചത്. നിലവിൽ വിജിലൻസ് അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ എടുത്തു വരുന്നുണ്ട്. ഇത്തരം നടപടികൾ പൊതുജനങ്ങൾക്ക് വിജിലൻസിലുള്ള വിശ്വാസ്യത കൂട്ടുന്നുമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം തന്നെ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ഒരു പരാതിയിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ എന്തോ കിട്ടി എന്ന രീതിയിലുള്ള വലിയ പ്രചാരണം നടത്തുന്നത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രാഥമിക അന്വേഷണം ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ്. ആ ധാരണ വെച്ചുകൊണ്ട് വേണം ഈ സാഹചര്യങ്ങളിൽ സമീപനം സ്വീകരിക്കാൻ. അല്ലെങ്കിൽ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ എന്തോ കിട്ടി എന്ന രീതിയിൽ വലിയ പ്രചാരണം നടത്തുന്നത് അന്വേഷണ വിധേയമായവരെ ക്രൂശിക്കുന്നതിന് തുല്യമാണ് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇത് തെറ്റായ സന്ദേശം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ അഴിമതി ഇല്ലാതാക്കുകയാണ് വേണ്ടത്, അതിനായുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന ആത്യന്തികമായ ലക്ഷ്യം വിജിലൻസ് ഓർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ സ്വാശ്രയ മേഖലയിൽ തലവരിപ്പണം അടക്കമുള്ള അഴിമതികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എഡ്യു വിജിൽ എന്ന പുതിയ പദ്ധതി ആരംഭിക്കുന്നതിനെ കുറിച്ചും മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോഴും സർക്കാർ മേഖലയിൽ അവകാശം പോലെ അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ അഴിമതി നടത്തുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ തടയാനുള്ള നടപടി വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഒപ്പം തന്നെ വലിയ അഴിമതികൾ കണ്ടെത്തുന്നവർക്കായി എല്ലാ വർഷവും ഡിസംബർ 9, അതായത് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിൽ വിസിൽ ബ്ലോവർ അവാർഡ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ പുതിയ ഒരു പദ്ധതിയായി PSCയിലൂടെ ജോലി കിട്ടി പുതിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ആദ്യ ഒരാഴ്ച സദ്ഭരണ പരിശീലനം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ വിജിലൻസിൽ വനിതാ പോലീസുകാരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും അവരുടെ അംഗസംഖ്യ കൂട്ടുമെന്നും വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുന്ന രീതിയിലേക്ക് പുരോഗമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഴിമതിക്കെതിരെ നീക്കം നടത്തുന്നവർ ഒരു തരത്തിലും ഭയപ്പെടേണ്ട എന്നും അവർക്കെതിരെ ഈ അഴിമതിക്കെതിരെ പോരാടുന്നവർക്കെതിരെ എന്ത് നീക്കമുണ്ടായാലും അവരുടെ കൂടെ സർക്കാർ ഉണ്ടാകുമെന്നും അവർക്ക് വേണ്ട എല്ലാ പിന്തുണകളും സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. സൗമ്യ, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അഴിമതി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പല മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിൽ അടക്കമുള്ള അഴിമതി തടയുന്നതിന് എതിരെയുള്ള ഏറ്റവും പുതിയ നയപരിപാടികളടക്കം ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.